പാലിൽ നാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് അമേസിംഗ് ആണ്. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. പാല് ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. ഇതിൽ കാൽസ്യവും പ്രോട്ടീനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ കാൽസ്യവും പ്രോട്ടീനും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. നാരങ്ങയിൽ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ 30-ൽ കൂടുതൽ, അതായത് 30 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോ ന്യൂട്രിയൻസ് ഉണ്ടെന്നുള്ളതാണ് പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഹൈഡ്രോ ന്യൂട്രിയൻസ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് വർഷം മുഴുവൻ പൂത്തൊലഞ്ഞു നിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പാലും നാരങ്ങയും ചേർന്ന ഒരു കിഡിലൻ ഫെർട്ടിലൈസറാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് പാല് നമുക്ക് നല്ല പാല് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാലായാലും ഡാമേജ് ആയിട്ടുള്ള പാലായാലും നമുക്ക് എടുക്കാം. പിന്നെ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ഞ കളറിൽ തന്നെ എടുക്കണമെന്നില്ല, പച്ചയായാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ഇത് രണ്ടിൻ്റെയും അളവ് എന്തോരാണെന്ന് നോക്കാം. ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് 5 ml മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതിയുടെ ലൈം ജ്യൂസ് മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. $5 ml മിൽക്കും ഒരു നാരങ്ങ പകുതിയുടെ ലൈം ജ്യൂസും 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കിഡിനായിട്ട് പാലും നാരങ്ങയും ചേർത്ത് റെഡിയാക്കിയ നമ്മുടെ കിഡിലൻ ഫെർട്ടിലൈസറാണിത്. അപ്പോൾ ഇത് നമുക്കിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അതായത് ലീഫിലും മീഡിയനിലും സ്റ്റെമ്മിലൊക്കെ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചേക്കുന്നതിലും ഔട്ട്ഡോർ പ്ലാന്റും പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അഗ്രികൾച്ചർ യൂസിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി കൃഷിയോ അല്ലെങ്കിൽ എന്ത് കൃഷിയാണെങ്കിലും പച്ചക്കറി കൃഷിക്കൊക്കെ നമ്മളിത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, സ്റ്റെമ്മിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.